ദി കേരള സ്റ്റോറി 2 എന്ന ചിത്രം ഇത്തവണ പറയുന്നത് രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും കാര്യങ്ങളാണെന്നാണ് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. പിന്നെ എന്തിനാണ് ആ ചിത്രത്തിന് കേരള സ്റ്റോറി 2 എന്ന പേരിട്ടു എന്നാണ് ഇന്നലെ മാധ്യമ പ്രവർത്തകരും ഇവരോട് ചോദിച്ചത്. ഉത്തരം ലളിതമാണ്. കേരളം എന്ന പേരിനെ ഒരു വിദ്വേഷത്തിന്റെ ബ്രാൻഡായി മാറ്റുക എന്ന പ്രൊപ്പഗാൻഡയാണ് ഇവരുടെ ലക്ഷ്യം. ഈ സിനിമയുടെ ട്രെയിലറിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഒരു പെൺകുട്ടിയെ ബലം പ്രയോഗിച്ച് ബീഫ് കഴിപ്പിക്കുന്നു. ഇത് കാണുന്ന ഏത് മലയാളിയാണ് ചിരിക്കാത്തത്? ബീഫും പൊറോട്ടയും ജാതിമത ഭേദമന്യേ മലയാളി ആഘോഷമാക്കി കഴിക്കുന്ന ഒന്നാണെന്ന് ഈ സിനിമ പിടിക്കുന്നവർക്ക് അറിയില്ലേ? അതോ അറിഞ്ഞുകൊണ്ട് നമ്മളെ അപമാനിക്കുകയാണോ? കുറെ വർഷങ്ങളായിട്ട് സിനിമയെ ഒരു വിദ്വേഷത്തിന്റെ ഫാക്ടറിയാക്കി മാറ്റുകയാണ് കുറെ ആളുകൾ. അടുത്ത 25 വർഷത്തിനിടയ്ക്ക് കേരളം ഒരു ഇസ്ലാമിക സാമ്രാജ്യമായി മാറുമെന്ന പ്രൊപ്പഗാൻഡാണ് ഇവർ പരത്തുന്നത്. ഏത് സംസ്ഥാനത്തെയാണ്? പരസ്പരം സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ജീവിക്കുന്ന ദുരന്ത മുഖങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തെ. ഇവരുടെ ഈ ലക്ഷ്യം നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. ഇനി ഇവരുടെ സ്ഥിരം പല്ലവിയായ ലവ് ജിഹാദ്. പ്രണയിക്കുന്നത് ഒരു തെറ്റാണോ? രണ്ടുപേർ പരസ്പരം പ്രണയിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിൽ മതം കലർത്തേണ്ട ആവശ്യം എന്താണ്? ഹാദിയ കേസ് ഉൾപ്പെടെയുള്ളവയിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ നാം കണ്ടതാണ്. ഒരു സ്ത്രീയുടെ സ്വതന്ത്രമായ തീരുമാനത്തെ മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് വിളിച്ച് അപമാനിക്കുന്നത് സ്ത്രീ വിരുദ്ധതയാണ്. കേരളം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ നാടാണ്. ഇവിടെ വിദ്വേഷത്തിന്റെ വിത്തുകൾക്ക് അധികം ആയുസ് ഉണ്ടാകില്ല. ഇത് മനസ്സിലാക്കേണ്ടത് ഇത്തരം സിനിമകളുമായി ഇവിടെ വരുന്ന സിനിമാക്കാരും അണിയറ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളുമാണ്. ലവ് ജിഹാദ് എന്നത് ഒരു സംഘടിത നീക്കമാണെന്നതിന് ഇന്ത്യയിൽ ഒരു അന്വേഷണ ഏജൻസിയും ഇതുവരെയും തെളിവ് കണ്ടെത്തിയിട്ടില്ല. പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി വ്യക്തമാക്കിയത് നിലവിലുള്ള നിയമപ്രകാരം ലവ് ജിഹാദ് എന്നതിന് നിർവചനമില്ലെന്നും കേന്ദ്ര ഏജൻസികളൊന്നും അത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുമാണ്. കേരളത്തിൽ സംഭവിച്ച ഹാദിയ കേസ് ഉൾപ്പെടെയുള്ളത് അന്വേഷിച്ച NIA, അതായത് കേന്ദ്ര ഏജൻസിയായ NIA പോലും പറഞ്ഞത് ഇവിടെ സംഘടിതമായ മതപരിവർത്തനമൊന്നും നടന്നിട്ടില്ല എന്ന് തന്നെയാണ്. കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണങ്ങളിൽ പ്രണയിച്ച് മതം മാറുന്ന കേസുകൾ ഉണ്ടെങ്കിലും അതൊരു പ്രത്യേകം സംഘടനയുടെ കീഴിൽ ആസൂത്രിതമായി നടക്കുന്നതാണെന്നതിന് തെളിവില്ലെന്ന് പോലീസ് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രായപൂർത്തിയായ ഏതൊരാൾക്കും തനിക്കിഷ്ടപ്പെട്ട പങ്കാളിയെ തിരഞ്ഞെടുക്കാനും തനിക്കിഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലവ് ജിഹാദ് എന്ന വാക്ക് അവിടെ കൊണ്ടിട്ട് പരസ്പരം സ്നേഹിക്കുന്നവരെ അകറ്റാനും അവരുടെ ഉള്ളിലേക്ക് വിദ്വേഷം പ്രചരിപ്പിക്കാനുമാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കേരള സ്റ്റോറി 2.